കൂട്ടുകാരെ, എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സിസ് പാലക്കാടന്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ആനിയടൻ ചോറും കോഴിക്കറിയുമാണ്. ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോഴിക്കറിയാണ് കേട്ടോ. അപ്പോൾ കോഴിക്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് സവാള, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, തക്കാളി. എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചട്ടി വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. വഴഞ്ഞു വന്ന സവാളയിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ പച്ചമുളകും ചതച്ചതും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. മൂടി വെച്ച് അല്പനേരം അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം മൂടി തുറന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. പിന്നെ ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, നേരത്തെ കഴുകി വെച്ച കോഴി അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കോഴി വേകുന്നതിനായി ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കുക. പകുതി വെന്ത കോഴിയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കുമ്പളങ്ങയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ കോഴിക്കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ് കേട്ടോ. അടുത്തത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആനിയടൻ ചോറാണ്. അത് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. കുക്കറിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഗ്രാമ്പൂ, പട്ട, ഏലക്ക എന്നിവ ചേർക്കുക. അത് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് നന്നായി വഴറ്റി എടുക്കുക. വഴഞ്ഞു വന്ന സവാളയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് നന്നായി വഴറ്റുക. അതിലേക്ക് അല്പം മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കിയെടുത്ത ശേഷം അല്പം നെയ്യ് ഒഴിക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിനുശേഷം അരമുറി തേങ്ങയും അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നീട് ചെറിയ ജീരകവും ഇട്ട് നന്നായി അരച്ചെടുത്ത പേസ്റ്റ് അതിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കിയെടുക്കുക. തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ആവശ്യത്തിനനുസരിച്ച് അരി ഇട്ട് കൊടുക്കുക. പിന്നീട് അതിലേക്ക് അല്പം കൂടി നെയ്യ് ഒഴിച്ച് അത് ദം ചെയ്യാൻ വെക്കുക. അങ്ങനെ നമ്മുടെ ആനിയൻ ചോറ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്.
എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും അടുത്തൊരു വീഡിയോയുമായി പിന്നീട് നിങ്ങളെ കാണാൻ. ബൈ കൂട്ടുകാരെ.